നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ രമ്യ എന്തിനാ അവിടുത്തെ തിരുനടയിൽ ഇന്ന് വന്നിരിക്കുന്നതെന്ന് അറിയാമോ? പതിവ് പോലെ പരിഭവങ്ങളും പരാതികളും പറയാനാണെന്നാവും അവിടുത്തെ വിചാരം, അല്ലേ? ഋതിക രാജുവിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന് എന്റെ ആഗ്രഹത്തിന് തടസ്സമാകുമെന്ന് ഞാൻ ഭയന്നപ്പോ അവിടുത്തെ തിരുനടയില ഞാൻ അഭയം പ്രാപിച്ചേ. എന്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടു. ഇന്ന് ഋതികയുടെ വിവാഹ നിശ്ചയ. എല്ലാ ഐശ്വര്യത്തോടും കൂടി മംഗളായിട്ട് ആ ചടങ്ങ് നടക്കണം. വെള്ളം. എന്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെ നിലനിൽക്കുന്ന വിഷം എത്ര വെള്ളം കുടിച്ചാലും മാറില്ല രാജു. സർ, എന്തിനാ സാർ ഇങ്ങനെ ടെൻഷനാവുന്ന? മനസ്സ് ഒന്ന് ശാന്തമാക്ക സർ. വർമ്മ സാറിന്റെ മാനസിക വിഷം എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ മനസ്സിനേറ്റ മുറിവിന്റെ വേദന നീ ചിന്തിക്കുന്നതിലും ഒരുപാട് വലുതാ രാജു. എന്റെ വേദനകളിൽ ആശ്വാസം വയ്ക്കാനോ എന്നെ സമാധാനിപ്പിക്കാനോ ആർക്കും കഴിയില്ല. അതിന് ആരും ശ്രമിക്കുകയും വേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. നിനക്ക് പോവാം. സർ, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള അർഹത പോലെ എനിക്ക് ഇല്ലാന്ന് തോന്നിപ്പോകുന്നു. പക്ഷേ വർമ്മ സാർ ഇത്ര ദേഷ്യത്തിലാണെന്ന് അറിഞ്ഞിട്ട് കൂടി ധൈര്യം സംഭരിച്ച് ഞാൻ ഇവിടേക്ക് വന്നതാ. എനിക്കറിയില്ല സാറിനോട് ഇത് എങ്ങനെ ചോദിക്കണമെന്ന്. താഴെ നിൽക്കുന്നവരെല്ലാവരും അവിടെ തന്നെ നിൽക്കണോ അതോ മടങ്ങിപ്പോണോ എന്നറിയാതെ നിൽക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.